നമസ്കാരം. മാർച്ച് 24 ഞായറാഴ്ച ഫാൽഗുണ മാസത്തിലെ ശുക്ലപക്ഷ പൗർണമി ദിനമാണ്. ഈ ദിവസമാണ് ഹോളിക ദഹൻ എന്ന ഉത്സവം ആഘോഷിക്കുന്നത്. ഹോളിക ദഹൻ നാളിൽ ചന്ദ്രൻ ചിങ്ങം രാശിയിലേക്കും ശേഷം കന്നി രാശിയിലേക്കും നീങ്ങും. ഈ ദിവസം വൃദ്ധിയോഗം, സർവാർത്ഥ സിദ്ധിയോഗം, രവിയോഗം, പൂരം നക്ഷത്രം തുടങ്ങിയ ശുഭകരമായ സംയോജനങ്ങളും സംഭവിക്കുന്നതാകുന്നു. ജ്യോതിഷപ്രകാരം ഹോളികാ ദഹൻ നാളിൽ രൂപപ്പെടുന്ന ശുഭകരമായ യോഗങ്ങളുടെ ഗുണം ചില രാശിക്കാരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. ഈ രാശിക്കാരുടെ ജീവിതത്തിൽ ശുഭകരമായ പല കാര്യങ്ങളും സംഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് ബഹുമാനവും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യം ലഭിക്കാൻ പോകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് മാർച്ച് 24 ശുഭകരമായ ദിവസമാണ്. മിഥുനം രാശിക്കാർക്ക് പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരും. തിരികെ ലഭിക്കാനുള്ള പണം പോലും ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിയുന്നതാണ്. മറ്റുള്ളവരുടെ സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്പം സന്തോഷം പകരുകയും മാനസികമായ ആശ്വാസം ലഭിക്കുന്നതായ അവസരങ്ങൾ ലഭിക്കും എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം ധനം കൈകളിലേക്ക് വന്നു ചേരുകയും ആത്മീയപരമായ കാര്യങ്ങൾക്കും പണം ചെലവഴിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. വീട്ടിൽ തർക്കങ്ങൾ ഒഴിഞ്ഞ് ശുഭകരമായ ദിവസങ്ങൾ വന്നു ചേരുവാൻ സഹായകരമാണ് ഇന്നേ ദിവസം എന്ന് മനസ്സിലാക്കുക. വിദേശത്തു നിന്നും ചില അവസരങ്ങൾ ലഭിക്കാം, അല്ലെങ്കിൽ ശുഭകരമായ ചില സൂചനകൾ ലഭിക്കാം. ചില തടസ്സങ്ങൾ അകലാം. ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയുവാൻ സാധിക്കും. കൂടാതെ സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് സഹായകരം തന്നെയാണ് ഇന്നേ ദിവസം. കൂടാതെ പഴയ സുഹൃത്തുക്കളെ കാണുകയും മറ്റെവിടേക്കെങ്കിലും പോകുവാനുള്ള അവസരങ്ങൾ, അതൊരു യാത്രയായി പോകുവാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. ലാഭം പ്രതീക്ഷിക്കാവുന്ന ദിവസം എന്ന് നിസ്സംശയം പറയാം. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. തീർച്ചയായും സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാണ്. കന്നി രാശിക്കാർക്ക് ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ഒരു ദിവസമായി മാറും എന്ന കാര്യം നിസ്സംശയം പറയാം. കന്നി രാശിക്കാർക്ക് ആദിത്യദേവന്റെ അനുഗ്രഹം നേടുകയും അതിനാൽ തന്നെ പല വഴികളിലൂടെയും ധനം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത്തരം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ പോലും അത് വിജയം കാണും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല രീതിയിലുള്ള തർക്കങ്ങൾ പലരുമായി ബന്ധപ്പെട്ടുണ്ട്. അത് നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ടുമുണ്ടാകാം. എന്നാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ ദിവസം എന്ന പ്രത്യേകതയുമുണ്ട്. കൂടാതെ പങ്കാളിത്തത്തോടെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്നേ ദിവസം അല്പം നേട്ടങ്ങൾ കൂടി പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കാം. കൂടാതെ ചില വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം സൃഷ്ടിക്കുന്നതാകുന്നു. അത്തരത്തിലുള്ള വാർത്തകളും കേൾക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ധനം സമ്പാദിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. ഈ സമയം നിങ്ങളുടെ ആരോഗ്യം മികച്ചതായി തീരും. അല്ലെങ്കിൽ ഇന്നേ ദിവസം ആരോഗ്യപരമായി അല്പം ഉയർച്ച നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും ഇന്നേ ദിവസം പൂർണ്ണമായ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടി കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം തീർച്ചയായും ചുവന്ന പൂക്കൾ ഒരു ചെമ്പ് പാത്രത്തിൽ വെള്ളത്തിൽ കലർത്തി സൂര്യദേവന് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമായ ഫലം തന്നെയാണ്, അല്ലെങ്കിൽ ഉത്തമമായ പരിഹാരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം തീർച്ചയായും ഇപ്രകാരം ചെയ്യുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനുരാശിക്കാർക്ക് അനുകൂലം തന്നെയാണ് ഇന്നേ ദിവസം എന്ന് പറയാം.
ധനുരാശിക്കാർക്ക് ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയും പല ജോലികളും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ ദിവസം കൂടിയാണ് ഇന്ന്. കൂടാതെ ഇന്നേ ദിവസം കുടുംബവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ബിസിനസ് പുരോഗതിയുമായി ബന്ധപ്പെട്ട് ചില ശ്രമങ്ങൾ ഇന്നേ ദിവസം നടത്തുവാനുള്ള സാധ്യതകൾ അത് കൂടുതലാകുന്നു. അത് ഫലം കാണും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ ആരംഭിക്കുന്നതായ പുതിയ ജോലികൾ അത് നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായി തീരും. കൂടാതെ കുടുംബാംഗങ്ങളുടെ ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തോടൊപ്പം പല ചടങ്ങുകളിലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കാം. കൂടാതെ കൈകളിലേക്ക് ധനം വന്ന് ചേരുന്ന അവസരം കൂടിയാണ് ഇത്. ഇന്നേ ദിവസം കിട്ടാതിരിക്കുന്ന ധനം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. മുഴുവനായി ലഭിച്ചില്ല എങ്കിൽ പോലും അല്പമെങ്കിലും ഇന്നേ ദിവസം ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം സൂര്യദേവന് വെള്ളം അർപ്പിക്കുകയും ആദിത്യ സ്തോത്രം ജപിക്കുകയും അഥവാ ചൊല്ലുകയും ചെയ്യുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാണ്. മകരം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ദിവസം എന്ന് നിസ്സംശയം പറയാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് പഴയ സുഹൃത്തുക്കളെ കാണുവാനുള്ള അവസരം, അപൂർണമായ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാനുള്ള അവസരം, അത് വീട്ടുജോലികളാണ് എങ്കിൽ പോലും അത്തരത്തിൽ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഇന്നേ ദിവസം നിങ്ങൾ അല്പം ഉത്സാഹം നിറഞ്ഞവരായിരിക്കും എന്ന കാര്യവും ഓർക്കുക. ധനലാഭത്തിനും അതേപോലെ തന്നെ മറ്റു പല രീതിയിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. വിദേശത്തേക്ക് പോകുവാനും താമസിക്കുവാനുമുള്ള അവസരങ്ങൾക്കുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ പോലും വന്നു ചേരാം. അത്തരം ചിന്തകൾ പോലും മനസ്സിലേക്ക് കടന്നു വരാം എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം കഠിനാധ്വാനത്താൽ ബിസിനസ്സിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. അഥവാ അതിനുള്ള ചില പദ്ധതികൾ മനസ്സിൽ രൂപീകരിക്കും. അഥവാ മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കും സാധ്യത ഇന്നേ ദിവസം കൂടുതൽ തന്നെയാകുന്നു. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം, സ്വീകാര്യത വർദ്ധിക്കുന്നതായ ചില അവസരങ്ങൾ ഇന്നേ ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുവാൻ ചെമ്പരത്തി പൂക്കളിൽ വെള്ളം ചാലിച്ച് സൂര്യചാലിസ ചൊല്ലിക്കൊണ്ട് സൂര്യഭഗവാന് സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് ഇന്നേ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്ന ദിവസമാണ്. ശുഭകരമായ ചില വാർത്തകൾ പ്രതീക്ഷിക്കാം. ശുഭകരമായ ചില കാര്യങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കുന്നതായ ദിവസം. കൂടാതെ ഇന്നേ ദിവസം ഇവർ ഊർജ്ജസ്വലരായി മാറും എന്ന കാര്യവും ഓർക്കുക. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അത് വീട്ടുജോലികളാണ് എങ്കിൽ പോലും പൂർത്തീകരിക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയൊരു അവസരം വന്നു ചേരാം. പുതിയൊരു കരാർ, ജീവിതം രക്ഷപ്പെടുന്നതായ ചില അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. അത് ഭാവിയിൽ വലിയ നേട്ടങ്ങൾ നൽകുന്നതായ ഒരു കാര്യം ഇന്നേ ദിവസം ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ വന്നു ചേരാം. പഴയ കടം വല്ലതുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തിരികെ അടയ്ക്കുവാൻ അല്ലെങ്കിൽ കൈവായ്പകൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾക്ക് സാധ്യത ഇന്നേ ദിവസം കൂടുതലാകുന്നു. ബഹുമാനം വർദ്ധിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങളും ഇന്നേ ദിവസം സംഭവിക്കാം. നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളെ പല രീതിയിലുള്ള ശുഭവാർത്തകൾ തേടിയെത്തും. അത് നിങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കി തീർക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം സാമ്പത്തിക പുരോഗതിക്കായി സൂര്യഭഗവാന് വെള്ളത്തിൽ അരി കലക്കി അർപ്പിക്കുകയും സൂര്യബീജമന്ത്രം ജപിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ്, സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക.